അള്ളാഹു സുബ്ഹാനഹു വതആലനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറഞ്ഞ ആ ഡിമാൻഡിന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കൊന്നു. അള്ളാഹു അവർക്ക് വീണ്ടും ആയുസ് കൊടുത്തു. നമുക്ക് നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലും നമ്മൾ ഓരോ നിമിഷവും ആലോചിച്ചോക്കുക. നമ്മളെ കൊന്നു എന്നുള്ളത് മാത്രം സംഭവിക്കുന്നില്ല എന്നുള്ളൂ അല്ലെ. നമുക്ക് ആയുസ് ഇങ്ങനെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ മരിച്ചു വീഴുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഓരോ നിമിഷവും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അവസരം കൂടെ നീ എടുത്തോ, ഈ അവസരം കൂടെ നീ എടുത്തോ. സുബ്ഹാനല്ലാഹ്. ബനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ, ഇത്തരത്തിലുള്ള വലിയ മിസ്റ്റേക്കുകൾ ഒക്കെ ചെയ്തത് അല്ലെ? ഇത്രയും അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും, ഇത്രയും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുകളിൽ തുടർന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു പക്ഷേ അതേ റീസൺ ആയിരിക്കും നമ്മളും അല്ലെ. ഞാൻ പറഞ്ഞു നമ്മള് എന്താണ് ബഅദ മൗത്തിക്കും എന്നുള്ളത് മാത്രമേ നമ്മളെ കാര്യത്തിൽ വർക്ക് ചെയ്യാത്തതുള്ളൂ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ബഅസ്ന എന്ന് പറഞ്ഞ പോലെ വീണ്ടും 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 അവസരം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പം അങ്ങനെ അവസരം കിട്ടിയിട്ടും അവര് എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തത്? അത് നമുക്ക് എവിടെയെങ്കിലും ബാധകമാണോ എന്ന് നമുക്ക് നോക്കാം. അവരിങ്ങനെ തെറ്റ് ചെയ്യാനുള്ള കാരണം അവരുടെ മനസ്സുകൾ അപ്പോഴും എന്താണ് എൻസ്ലേവ്ഡ് ആയിരുന്നു, അടിമത്തത്തിലായിരുന്നു. കാരണം അവര് വർഷങ്ങളായിട്ട് അടിമത്തത്തിലാണ് അല്ലെ. ഒരാൾ കുറേ കൊല്ലം അടിമയായിട്ട് ജീവിച്ചിരിക്കുമ്പം, അടിമത്തത്തിലായിരിക്കുമ്പം അയാളെ മെയിൻ കൺസേൺ എന്തായിരിക്കും? ഒരു അടിമയായിട്ടുള്ള ഒരു മനുഷ്യന്റെ കാര്യം. ഓക്കെ, അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ ജീവിതം? മുതലാളി എന്താണോ പറയുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. അപ്പം അയാളെ കൺസേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണോ കുറച്ച് ഫുഡ് അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക, അത് കഴിക്കുക അല്ലെ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, സംതൃപ്തി, അതിനപ്പുറത്തേക്ക് അവർക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരു അടിമക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലെ. അതിനപ്പുറത്തേക്കൊന്നും കിട്ടൂല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ജോലി എടുക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും സമ്പാദിക്കുക, അതിൽ നിന്ന് അവർക്ക് ഭക്ഷണം കഴിക്കുക, അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സന്തോഷം, വീണ്ടും ജോലി എടുക്കുക, വീണ്ടും പൈസ ഉണ്ടാക്കുക, അതിൽ നിന്ന് എന്താണ് അടിമകൾക്ക് ഒരുപക്ഷെ പൈസയും കിട്ടിക്കൊള്ളുന്നില്ല, അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അപ്പം ഇത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചിന്തിക്കാനൊന്നുമില്ല അല്ലെ. ആ ഒരു രീതിയിലാണ് അവരുടെ ജീവിതം പോകുന്നത്. അവർക്കോ ഇല്ല എന്റെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്തണം, ഒന്ന് ജിമ്മിലൊക്കെ പോകണം, ഒന്ന് സ്കിന്നൊക്കെ നല്ലോണം നോക്കിയിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടണം എന്നൊന്നും ചിന്തിക്കാൻ അവർക്ക് പറ്റൂല അല്ലെ. അല്ലെങ്കിൽ ഒന്ന് ലോകമൊക്കെ ഒന്ന് കറങ്ങി കാണണം, എല്ലാ ഡിഫറെന്റ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ. അവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഒരു വകുപ്പുമില്ല. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പാറ്റേണിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. രാവിലെ എണീക്കുന്നു, പണിയെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന എന്തൊരു കുഞ്ഞു സന്തോഷമാണോ അത് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും പണിയെടുക്കുന്നു. അങ്ങനെ ആയി മാറുമ്പം അവര് അങ്ങനെ ഒരു മനുഷ്യന് അങ്ങനെ അടിമത്തത്തിന്റെ ഇതിനകത്ത് പെട്ട് കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഗ്രോ ചെയ്യാൻ അവരുടെ ആത്മീയമായ ചിന്തകളോ മാനസികമായ വളർച്ചയോ ഈ പറഞ്ഞ പോലെ ശാരീരികമായ വെൽനസ്സോ ഒന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ അവരുടെ മനസ്സ് ഇങ്ങനെ മെല്ലെ എന്താണ് ആവശ്യത്തിന് വേണ്ടി ചിന്തിക്കുന്ന കാര്യത്തിൽ നിന്ന് അങ്ങനെ സ്റ്റോപ്പായി പോകും. കാരണം ചിന്തിക്കാൻ അവർക്ക് വകുപ്പില്ല. അപ്പം ഈ ഒരു കാരണത്താലാണ് ബനി ഇസ്രായേൽ എത്ര അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം കൊടുത്തിട്ടും അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ആളുകളായിട്ട് മാറുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളും ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും, നമ്മൾ ഉൾപ്പെടെ, നമ്മളെ ജീവിതം എന്തിന്റെയൊക്കെയോ പിന്നിലുള്ള അടിമത്തത്തിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു കൂട്ടം ആൾക്കാർ പഠിക്കുന്നു, ജോലി വാങ്ങുന്നു, കുറേ പൈസ ഉണ്ടാക്കുന്നു, അവരുടെ ബില്ലുകളൊക്കെ അടച്ച്, പിന്നെ അടുത്ത എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത കാർ വാങ്ങുക, അടുത്ത വീട് വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പാറ്റേൺ, അതായത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വേണം തോന്നുന്നു, അടുത്തത് വേണം തോന്നുന്നു, ആ പാറ്റേണിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഓരോ ആൾക്കാർ അല്ലേ. അപ്പോൾ അവരെന്തിനാണ്? ഈ ലൈഫ് സ്റ്റൈലിന്റെ, പണത്തിന്, അതിന്റെ അടിമകളാണ്. ചിലര് മക്കള് ഏതെങ്കിലും ഒരു നിലയിൽ എത്തിക്കണം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനു വേണ്ടി ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. ആ കാര്യത്തിൽ സന്തോഷം കിട്ടുന്നത് എന്തോ അതിനു വേണ്ടിയിട്ടില്ലേ അവർ ഏതറ്റം വരെയും അത് മാത്രം. അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള പല കാര്യങ്ങളുണ്ടാവും, അതൊന്നും അവരെ കൺസേണേ അല്ല. ഇത് മാത്രം അവരുടെ ലൈഫിന്റെ പാറ്റേൺ അതാണ്. അതിന് ഈ ഒരു കാര്യത്തില് അടിമത്തമുള്ളവര്. ചിലര് ഭാര്യ ഭർത്താക്ക് അവര് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു അടിമത്തം അല്ലെ. അദ്ദേഹത്തിന് എന്താണോ സന്തോഷം അതിലെന്ത് തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും തൃപ്തിപ്പെടുത്തുക, അതിന്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുക. അവർ ചെയ്യുന്നത് എന്തും അതിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ചിലര് വീടുകളുടെ കാര്യം, അല്ലെങ്കിൽ അവർ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണോ അതിനെ നന്നായി നോക്കുന്നത്. ചിലർക്ക് കാറായിരിക്കും, വീടായിരിക്കും, അത് ഏറ്റവും ഭംഗിയായിട്ട് നല്ല വൃത്തിയാക്കി വെക്കണം, പോളിഷ് ചെയ്ത് തുടച്ച് മിനുക്കി, അതിനോടുള്ള എൻസ്ലേവ്മെന്റ്, അതിനോടുള്ള അടിമത്തം. ചിലർക്ക് സോഷ്യലൈസിങ് ആയിരിക്കും അടിമത്തം അല്ലെ. ദിവസവും
എല്ലാ പാർട്ടികളും പങ്കെടുക്കുക, അല്ലെങ്കിൽ ഗെറ്റ് ടുഗദേഴ്സ് സംഘടിപ്പിക്കുക, അതിനകത്ത് കിട്ടുന്ന സന്തോഷം, ഒന്ന് കഴിയുമ്പോൾ അടുത്തത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു പാറ്റേണിൽ അതിൽ സന്തോഷം കണ്ടെത്തി അവരുടെ ജീവിതം. ചിലർക്ക് ഫെയിം, പബ്ലിസിറ്റി അല്ലെ, അതിന്റെ പിന്നാലെ അതിനു വേണ്ടി എന്ത് ചെയ്യാം, യൂട്യൂബ് റീൽസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ ഒരു ലോകത്ത് അതിൽ കിട്ടുന്ന തൃപ്തി, ആ ഒരു പാറ്റേണിൽ അവരങ്ങനെ കിടന്ന് കറങ്ങും. മറ്റു ചിലർക്ക് അഡിക്ഷൻസ് ആണ്, പലതരത്തിലുള്ള അഡിക്ഷൻസ് അല്ലെ, മരുന്നുകളായിട്ടും ഫോണായിട്ടും അല്ലെ, മോശപ്പെട്ട വീഡിയോസ് കാണുന്നതായിരിക്കും, മൂവീസും റിലേഷൻഷിപ്പുകളും, സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള അഡിക്ഷൻ. പിന്നെ എല്ലാവർക്കും പൊതുവേ ഉള്ളത് നഫ്സിനോടുള്ള കാരണം അതിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം അല്ലെ, ഇബ്ലീസിനോടുള്ള എൻസ്ലേവ്മെന്റ്, ഇതിനോട് രണ്ടിനോടും അടിമപ്പെടുക. അങ്ങനെ വെറൈറ്റി അടിമത്തത്തിന് അടിമപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മളെല്ലാവരും. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ലൈഫിന്റെ പാറ്റേൺ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ, നമ്മളെ, നമ്മുടെ സമൂഹത്തിനെ, നമ്മുടെ മക്കളെയും ഇനി വരുന്ന ജനറേഷനെ എല്ലാവരെയും. ആമീൻ. ഈ ഏതെങ്കിലും ഒരു രീതിയിലുള്ള അടിമത്തത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാസ്റ്റർ ആരാണോ എന്താണോ അതിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ. നഫ്സിന്റെ അടിമയാണെങ്കിൽ നഫ്സിന്റെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഷെയ്ത്താന്റെ ആണെങ്കിൽ ഷെയ്ത്താനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെ. എന്താണ്, പണമാണെങ്കിൽ അത് ഉണ്ടാക്കി അതിൽ നിന്ന് തൃപ്തി കാണാന്നുള്ളതാണ്. വീടാണെങ്കിൽ വീട് ഭംഗിയാക്കി അതിൽ നിന്ന് തൃപ്തി കാണാന്നുള്ളതാണ്. മക്കളാണെങ്കിൽ മക്കളെ കാര്യം സന്തോഷിപ്പിച്ച് അതിൽ തൃപ്തി. അങ്ങനെ ഓരോരുത്തരും അല്ലെ എന്തിനാണോ അടിമപ്പെട്ടിരിക്കുന്നത് അതാണ് അവരുടെ ലൈഫ് പാറ്റേണേ. അതാ കറങ്ങി അതിനകത്ത് തന്നെ അവര് നിൽക്കുള്ളൂ. നാളെ എന്താണ്, പരലോകം എന്താണെന്നൊന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ വേറെ എന്തിലേക്കെങ്കിലും പോവാൻ. അങ്ങനെ ഈ ഒരു സൈക്കിളിൽ അവർ പെട്ടുപോകുമ്പോൾ അവർ സത്യം പറയുകയാണെങ്കിൽ ചിന്തിക്കാൻ മറന്നുപോകും. അവർ സ്വയം തന്നെ മറന്നുപോകും. അവര് ഇതുപോലെ ഇപ്പം പണവും അല്ലെങ്കിൽ ഏതെങ്കിലും അഡിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയുള്ള അടിമത്തം ആണെങ്കിൽ ചിലര് കുടുംബം തന്നെ മറന്നുപോകും അല്ലെ. ചിലര് ജോലിയിലൊക്കെ മുഴുകിയിട്ടോ എന്റെ വീട്ടില് ഒരു ഭാര്യയും കുട്ടികളും ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മറന്നുപോകും. സമൂഹം മറന്നുപോകും. അവർ ഫുൾ ടൈം ഇത് പൈസ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതിന്റെ പിന്നാലെ ഓടുന്നവരായിരിക്കും. ജീവിതത്തിലെ പല ഇമ്പോർട്ടന്റ് കാര്യങ്ങളും അവർ മറന്നുപോകും. കാരണം അവർക്ക് ഈ ഒരു കാര്യം ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫിഷ്നെസ് ആണ് അവരുടെ ഉള്ളിൽ ഓടുന്നത്. അവരുടെ മനസ്സുകള് അല്ലെങ്കിൽ ചിന്തകൾ അവരങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ. പിന്നെ കൂടുതൽ ചിന്തിക്കാനൊന്നും ഉണ്ടല്ലോ, ഇല്ലല്ലോ. ഇതിന്റെ പിന്നാലെ അങ്ങനെ ഓടിയാൽ മതിയല്ലോ അല്ലെ. നമുക്ക് റൂട്ട് മാറ്റണമെങ്കിലല്ലേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു കാര്യത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ പോകുമ്പോൾ അതിന്റെ പിന്നാലെ ഓടിക്കൊടുത്താൽ മതിയല്ലോ. സുബ്ഹാനല്ലാഹ്. മോഡേൺ സ്ലേവറി എന്ന് പറയുന്നത് ഏറ്റവും പുതിയ അടിമത്തം എന്ന് പറയുന്നത് നമുക്കറിയാം ഗാഡ്ജറ്റ്സ് അല്ലെ, ഇപ്പോഴത്തെ ഡിവൈസസ്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനോട് അടിമപ്പെട്ടിട്ടുള്ളവരാണ്. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഞാനും നിങ്ങളും ഒക്കെ അല്ലെ. അതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മളെ വീട്ടിലെ പലരും അല്ലെ, നമ്മുടെ കുടുംബങ്ങളിലെ പലരും. അപ്പം അതുവഴി കിട്ടുന്ന സന്തോഷങ്ങൾ അതിന്റെ പിന്നാലെ ഓടുന്നവരാണ്. അങ്ങനെ നമ്മളെ ശ്രദ്ധയില്ലാതെ കെയർലെസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കാണ് അടിമത്തമെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണെങ്കിൽ ഇതേ കാര്യം നമ്മൾ എന്താക്കും, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിലേക്ക് തിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, ഞാൻ ആരുടെ അടിമയാ ശരിക്കും. സംഭവം ഞാൻ അള്ളാഹുവിന്റെ അടിമയാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഫുൾ ടൈം എന്ത് തൃപ്തിപ്പെടുത്താൻ വേണ്ടി, എന്തൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്റെ അടിമത്തം എവിടെന്നെങ്കിലും ഒന്ന് മാറിപ്പോയോ. ചിലപ്പം ഭക്ഷണത്തിനോടും അടിമത്തം ഉണ്ടാവാട്ടോ. സുബ്ഹാനല്ലാഹ്. നമുക്ക് പറയാം, ഇനിയുള്ള ക്ലാസ്സുകളിൽ കുറച്ച് അത് പറയാനുണ്ട്. അപ്പം അള്ളാഹു അല്ലാതെ എന്തിനോടെങ്കിലും നമ്മൾ അടിമത്തം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ചിന്ത എന്ന് പറയുന്ന സാധനം അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയും. മൈൻഡ് സ്റ്റോപ്പ് ആവും, ബ്രെയിൻ സ്റ്റോപ്പ് ആവും. പിന്നെ അതൊന്നും ഫങ്ഷൻ ചെയ്യില്ല. പിന്നെ നമ്മളിങ്ങനെ ഒരു റിമോട്ടിൽ പോണ പോലെ കാര്യങ്ങൾ നടക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ അമൽ ചെയ്യുന്നുണ്ടാവും, ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, ഒക്കെ ചെയ്യണ്ട, അതൊക്കെ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അല്ലെ എവിടെയോ നമ്മളെയൊക്കെ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മളുടെ ഇബാദത്തുകൾ. നമ്മുടെ ചിന്തകൾ സ്റ്റോപ്ഡ് ആണ്. കാരണം നമ്മൾ ശരിക്കും പറയുമ്പോൾ അള്ളാഹുവിന്റെ അബ്ദാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും വേറെ എന്തിനോടൊക്കെയോ ആണ് നമ്മളുടെ എൻസ്ലേവ്മെന്റ്, നമ്മളുടെ അടിമത്വം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ശരിയായ ഉബൂദിയത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. റബ്ബിന്റെ അടിമകൾ മാത്രമായിട്ട് മാറാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ, ഏറ്റവും ഉത്തമരായ അടിമകളായിട്ട്. അങ്ങനെ നമ്മൾ ചിന്തയും മൈൻഡും ബ്രെയിനും ഒക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പലതും ഇതുപോലെ വിഡിത്തമായിരിക്കും. നമ്മൾ പലതും കാണൂല,
പല അനുഗ്രഹങ്ങളും കാണൂല, അഹങ്കാരങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ്. ഏതോ ഒരു ലെവലില് നമ്മളും എവിടെ കണക്റ്റഡ് ആണ് അല്ലെ, ബനി ഇസ്രായേലിന്റെ ഈ ഒരു അഹങ്കാരത്തിനോട്, ബനി ഇസ്രായേലിന്റെ ഈ ഒരു വിഡ്ഢിത്തങ്ങളോട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ.